വീടിനേക്കാളും അല്ലെങ്കിൽ ഒരു ആഡംബര കാറിനേക്കാളും വിലയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കണമെന്നുണ്ടോ? അത് നടക്കുന്ന കാര്യമല്ല എന്ന് തോന്നുന്നുണ്ടല്ലേ? നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും ആഡംബരത്തിന്റെ പ്രതീകമായ ഇവ ധരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇന്ന് നമുക്ക് അത്തരം വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുടെ ലോകത്തേക്ക് ഒന്ന് കടന്നുപോയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ടോപ്പ് 10 വസ്ത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാം സ്ഥാനത്തുള്ളത് 2009 സൃഷ്ടിച്ച $30 മില്യൺ വില വരുന്ന ക്വാലാലംപൂരിലെ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്ന ഈ വസ്ത്രമാണ്. ഫൈസൽ അബ്ദുള്ള രൂപകൽപ്പന ചെയ്ത ഇത് കടും ചുവപ്പ് നിറത്തിലുള്ള പട്ടും ടഫറ്റയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മധ്യഭാഗത്ത് 70 കാരറ്റുള്ള ഒരു വലിയ ബെൽജിയം ഡയമണ്ട് ഉൾപ്പെടെ 750-ലധികം വജ്രങ്ങൾ കൊണ്ടാണ് ഇത് അലങ്കരിച്ചിട്ടുള്ളത്. ഒരു കവിതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ച ഈ വസ്ത്രം ക്വാലാലംപൂരിൽ നടന്ന ഒരു ഫാഷൻ ഷോയിൽ വെച്ചാണ് പുറത്തിറക്കിയത്. രണ്ടാം സ്ഥാനത്ത് 2006 ഡിസൈനർമാരായ മാർട്ടിൻ കാറ്റ്സും റെനി സ്ട്രോസും നിർമ്മിച്ച ഒരു വിവാഹ വസ്ത്രമാണ്. $16.2 മില്യൺ വിലമതിക്കുന്ന ഒരു അതിശയകരമായ ഗൗണാണിത്. 150 കാരറ്റ് വജ്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഈ വസ്ത്രം ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വിലയേറിയ വിവാഹ വസ്ത്രമാണ്. കാലിഫോർണിയയിലെ റിറ്റ്സ് കാൾട്ടണിൽ വെച്ചാണ് ഇത് പുറത്തിറക്കിയത്. മൂന്നാം സ്ഥാനത്ത് ഡെബ്ബി വിങ്ഹാമിന്റെ അതിശയകരമായ സൃഷ്ടിയായ റെഡ് ഡയമണ്ട് അബായയാണ്. $16 മില്യൺ വിലമതിക്കുന്ന ഈ അബായയുടെ മധ്യഭാഗത്ത് $7.4 മില്യൺ വിലമതിക്കുന്ന റെഡ് ഡയമണ്ടും അതിനെ ചുറ്റി 2000-ലധികം കല്ലുകളുമുണ്ട്. മാത്രമല്ല 14 കാരറ്റ് വൈറ്റ് ഗോൾഡ് നൂല് ഉപയോഗിച്ച് 2 ലക്ഷത്തിലധികം ഹാൻഡ് സ്റ്റിച്ചസ് കൊണ്ട് നിർമ്മിച്ച ഒരു കലാസൃഷ്ടി കൂടിയാണിത്. നാലാം സ്ഥാനത്ത് ഡിസൈനർ ഹാനി എൽ ബിഹൈരിയുടെ $15 മില്യൺ വിലമതിക്കുന്ന ഒരു വിവാഹ വസ്ത്രമാണ്. 2020 പാരീസ് ഹൗട്ട് കോച്ചർ വീക്കിൽ പുറത്തിറക്കിയ ഈ ഗൗൺ 120 കാരറ്റിലധികം വജ്രങ്ങൾ കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. 800 മണിക്കൂറിലധികം സമയമെടുത്ത് നിർമ്മിച്ച ഇത് യഥാർത്ഥ ആഡംബരത്തിന്റെയും കരകൗശലത്തിന്റെയും പ്രതീകമാണ്. അഞ്ചാം സ്ഥാനത്തുള്ളത് സ്പെയിനിലെ ലെറ്റീഷ്യ രാജ്ഞിയുടെ വിവാഹ വസ്ത്രമാണ്. $10.7 മില്യൺ വിലമതിക്കുന്ന ഇത് ഐവറി സിൽക്കിൽ സ്വർണ്ണ നൂല് എംബ്രോയിഡറിയും നൽകി നിർമ്മിച്ചതാണ്. മനോഹരമായ ഒരു കിരീടവും അതിനൊത്ത കമ്മലുകളും ജോഡിയാക്കി തികച്ചും ഒരു രാജകീയ പ്രൗഢി നിലനിർത്താൻ ഈ ഔട്ട്ഫിറ്റ് സഹായിക്കുന്നു. ആറാം സ്ഥാനത്ത് യുമി കട്സുര ഡിസൈൻ ചെയ്ത $8.5 മില്യൺ വിലമതിക്കുന്ന വസ്ത്രമാണ്. ഇതിൽ 1000 വെളുത്ത മുത്തുകൾ, 5 കാരറ്റ് വൈറ്റ് ഗോൾഡ് ഡയമണ്ട്, 8.8 കാരറ്റ് ഗ്രീൻ ഡയമണ്ട് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ആഡംബരപൂർണമായ സിൽക്ക് സാറ്റിൻ കൊണ്ട് നിർമ്മിച്ച ഈ ഡ്രസ്സ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വിവാഹ വസ്ത്രമായിരുന്നു. ഏഴാം സ്ഥാനത്തുള്ളത് ദി 7 ഇയർ ഇച്ചിൽ മെർലിൻ മൺറോ ധരിച്ചിരുന്ന ഐക്കോണിക് വൈറ്റ് സബ്വേ ഡ്രസ്സാണ്. $5.6 മില്യൺ ആണ് വില്യം ട്രാവിലർ ഡിസൈൻ ചെയ്ത ഈ വസ്ത്രത്തിന്റെ വില. ഒരു ഡ്രസ് എന്നതിനപ്പുറം സിനിമാ ചരിത്രത്തിന്റെ ഒരു ഭാഗം കൂടിയാണിത്. എട്ടാം സ്ഥാനത്തുള്ളത് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ 45-ാം ജന്മദിനത്തിൽ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ മെർലിൻ മൺറോ ധരിച്ചിരുന്ന പ്രശസ്തമായ ഡ്രസ്സാണ്. 2016 $4.8 മില്യൺ ഇത് ലേലത്തിൽ വിറ്റുപോയത്. ജീൻ ലൂയിസ് രൂപകൽപ്പന ചെയ്ത സ്കിൻ കളറിലുള്ള ഈ ഗൗൺ 2500-ലധികം റൈൻസ്റ്റോണുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ്. ലേലത്തിൽ ഇതുവരെ വിറ്റഴിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വിലയേറിയ ഗൗണുകളിൽ ഒന്നാണിത്. ഒൻപതാം സ്ഥാനത്ത് 1964 മൈ ഫെയർ ലേഡി എന്ന സിനിമയിൽ ഓഡ്രി ഹെപ്ബേൺ ധരിച്ച ദി അസ്കോട്ട് ഡ്രസ്സാണ്. സെസിൽ ബീറ്റൻ രൂപകൽപ്പന ചെയ്ത ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ് സിനിമാറ്റിക് ഫാഷൻ ചരിത്രത്തിലെ തന്നെ ഒരു പ്രശസ്തമായ സൃഷ്ടിയാണ്. $4.5 മില്യൺ ഇത് ലേലത്തിൽ വിറ്റുപോയത്. 10ാം സ്ഥാനത്തുള്ളത് ജെനിഫർ ലോറൻസിന്റെ ഓസ്കാർ വസ്ത്രമാണ്. ക്രിസ്ത്യൻ ഡിയോറിനായി റാഫ് സൈമൺസ് രൂപകൽപ്പന ചെയ്ത ഒരു സോഫ്റ്റ് പിങ്ക് ബോൾ ഗൗൺ ആയ ഇതിന്റെ വില ഏകദേശം $4 മില്യൺ ആണ്. 2013 മികച്ച നടിക്കുള്ള ഓസ്കാർ നേടിയപ്പോൾ അവർ ധരിച്ച ഈ വസ്ത്രം 2 കാരണങ്ങളാലാണ് പ്രശസ്തമായത്. ഒന്ന്, അതിന്റെ അതിമനോഹരമായ സൗന്ദര്യമാണ്. മറ്റൊന്ന്, ആ അവാർഡ് സ്വീകരിക്കുന്ന വേളയിൽ ജെനിഫർ കാലിടറി സദസ്സിന് മുന്നിൽ വീണു എന്നതാണ്. ഒന്ന് വീണെങ്കിൽ എന്താ, സംഭവം ഒരു ഹിറ്റായി മാറിയില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ടോപ്പ്
കോട്ടൺ വസ്ത്രങ്ങൾ, മിന്നുന്ന വജ്രങ്ങൾ മുതൽ ഐക്കോണിക് ഹോളിവുഡ് മൊമെന്റ്സ് വരെ നീളുന്ന ഇവയെല്ലാം തന്നെ ആഡംബരത്തിന്റെ പ്രതീകങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് ധരിക്കാൻ ആഗ്രഹമുള്ള വസ്ത്രം ഏതാണെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. പിന്നെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.